സഹകരണ എക്സൈസ് വകുപ്പുകളിൽ എടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ പത്രസമ്മേളനം നടത്തുന്നത്. നിലവിൽ സഹകരണ മേഖലയിൽ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പ്രഖ്യാപിച്ച സുപ്രധാനമായൊരു തീരുമാനമായിരുന്നു ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി. ഇതുവരെ ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം 100 കോടിയിൽ പരം രൂപയുടെ സെറ്റിൽമെൻറ്റുകൾ നടന്നിട്ടുണ്ട്. ഈ പദ്ധതി കൂടുതൽ സുഗമമാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇപ്പോഴും ജനങ്ങളെ സംബന്ധിച്ച് ഇത്തരം വായ്പ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ പലപ്പോഴും ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാകാത്തതുകൊണ്ട് നിരവധി നിവേദനങ്ങൾ ജനപ്രതിനിധികളെയും സഹകരണ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എനിക്കും നേരിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് കൂടുതൽ ഫലപ്രദമായി ആനുകൂല്യങ്ങൾ വായ്പക്കാർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി ജനപ്രതിനിധികളെ എംപിമാരെയും MLAമാരെയും കൂടി ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാക്കാൻ ആവശ്യമായ തീരുമാനം സഹകരണ വകുപ്പ് സ്വീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ ആശ്വാസിൻ്റെ വ്യവസ്ഥകൾ ലഘൂകരിച്ചുകൊണ്ട് വിവിധ തല കമ്മിറ്റികൾ ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുകയുണ്ടായി. അതിൽ സംഘം തലത്തിൽ നടക്കുന്ന സംഘതല കമ്മിറ്റികൾക്ക് 25% വരെ പലിശ ഇളവ് നൽകാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. സംഘത്തിന് മുകളിൽ AR തലത്തിൽ സമിതി രൂപീകരിച്ച് ആ സമിതിയിൽ MLAമാരെ കൂടി ഉൾപ്പെടുത്തി. അപ്പോൾ MLAമാർക്ക് അദാലത്തുകളിൽ നേരിട്ട് പങ്കെടുത്ത് 35% വരെ, ഇപ്പോൾ പ്രാഥമിക സംഘം അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ 35% വരെ ഇളവ് നൽകാനുള്ള അധികാരം AR തല കമ്മിറ്റിക്ക് നൽകിയുണ്ടായി. അതിന് മുകളിൽ ജോയിൻ്റ് രജിസ്ട്രാർ തലത്തിൽ 50% വരെ പലിശ ഇളവ് നൽകാനുള്ള അധികാരം ജോയിൻ്റ് രജിസ്ട്രാർ തല കമ്മിറ്റികൾക്ക് നൽകി. അതിലും MPമാരെയും MLAമാരെയും ഉൾപ്പെടുത്തി. സ്വാഭാവികമായി അവരുടെ മുമ്പിൽ വരുന്നിരിക്കുന്ന ജനകീയ വിഷയങ്ങളെ അല്ലെങ്കിൽ വായ്പയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ നേരിട്ട് സംഘങ്ങളുമായി സംസാരിച്ച് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് പരിഹരിക്കാനുള്ളൊരു അവസരമാണ് അത്തരത്തിൽ നൽകിയത്. ഇപ്പോൾ മുൻകാലങ്ങളിൽ അത്തരം ഒരു വ്യവസ്ഥ, അത്തരം ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ MPമാരും MLAമാരും കൂടി ആയതോടെ ജില്ലാതലത്തിലും AR തലത്തിൽ നടക്കുന്ന അദാലത്തുകൾ കൂടുതൽ ഇഫക്റ്റീവായി തുടങ്ങി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. AR തലത്തിന് മുകളിൽ സംസ്ഥാനതല സമിതിക്ക് പരമാവധി ഇളവും നൽകുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ AR തല സമിതികളുടെ പൂർത്തീകരണത്തിനോടൊപ്പം സംസ്ഥാനതല സമിതി കൂടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം എല്ലാ AR തല യോഗങ്ങളും പൂർത്തീകരിച്ച് അദാലത്തുകൾ പൂർത്തീകരിച്ച് ജില്ലകളിലെ ഇപ്പം നിലവിൽ നടക്കുന്നുണ്ട് എങ്കിലും അതും പൂർണ്ണമായും കൃത്യമാക്കി അവിടെ ഒന്നും ശുപാർശ ചെയ്യുന്ന മുഴുവൻ അപേക്ഷകളും സംസ്ഥാന തലത്തിൽ പരിഹരിച്ച് പരമാവധി ആളുകൾക്ക് ആനുകൂല്യം നൽകണം, അവരെ പരമാവധി സഹായിക്കണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. നിലവിൽ ഈ ആശ്വാസിൻ്റെ കാലപരിധി 31 വരെ ആണെങ്കിലും ഒരു മാസം കൂടി നീട്ടണം എന്നുള്ളൊരു അഭിപ്രായം സഹകരണ വകുപ്പിന് മുമ്പിലുണ്ട്. അതിൽ വളരെ ഫലപ്രദമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘങ്ങളും അത്തരം ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് കൂടുതൽ സമയം നൽകി കഴിഞ്ഞാൽ അവരുടെ കുടിശ്ശിക ജനങ്ങളുമായി സംസാരിച്ച് പരിഹരിക്കാൻ അവസരമുണ്ടാകുമെന്നും അതിനാൽ സമയം നീട്ടി നൽകണമെന്നൊരു അഭിപ്രായം അവർക്കുണ്ട്. ഉപഭോക്താക്കളെ സംബന്ധിച്ച് വായ്പക്കാരെ സംബന്ധിച്ചും ഈ ഓണവും വെള്ളപ്പൊക്കവും മറ്റു കാര്യങ്ങളുമൊക്കെ കാരണം ഇതിൽ ഫലപ്രദമായി വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കാനുള്ള സമയം ലഭിച്ചില്ല. അതുകൊണ്ട് കൂടുതൽ സമയം വേണമെന്നൊരു ആവശ്യം സർക്കാരിന് മുമ്പിലുണ്ട്. സർക്കാർ അത് ഗൗരവതരമായി പരിഗണിക്കുന്നുണ്ട്. അന്തിമ തീരുമാനം സ്വീകരിച്ചിട്ടില്ല. സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി അംഗസമാശ്വാസ് നിധി ഏകദേശം 1753 അപേക്ഷകൾ പെൻഡിംഗ് ഉണ്ടായിരുന്നു നിലവിൽ ഈ ഗവൺമെൻറ് വരുന്ന സമയത്ത്. അതിലെ ഡിഫക്റ്റ് ഇല്ലാത്ത 1695 അപേക്ഷകൾ പരിഗണിച്ച് ഉന്നതതല സമിതി 3,80,00,000 രൂപയുടെ ധനസഹായം അംഗീകരിച്ച് ഉത്തരവായി അതിൻ്റെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന പദ്ധതിയാണ് റിസ്ക് ഫണ്ട് പദ്ധതി. വായ്പക്കാർ മരണമടഞ്ഞു പോയാൽ 3 ലക്ഷം രൂപ വരെ ആനുകൂല്യം ലഭിക്കുന്ന ഈ റിസ്ക് ഫണ്ട് പദ്ധതിയിൽ അത് പരിഷ്കരിക്കാനുള്ള തീരുമാനം ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്.
നിലവിലുള്ള ഇപ്പോൾ സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുത്തുള്ളവർ വായ്പാ കാലാവധിക്കുള്ളിൽ മരണപ്പെട്ടാൽ 3 ലക്ഷം രൂപ വരെയുള്ള വായ്പാ ബാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി രൂപപ്പെടുത്തിയത്. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതിയിൽ മാരക രോഗം ബാധിച്ചവർക്കടക്കം 6 മാസത്തിലും കുടിശ്ശിക ഉണ്ടായാൽ ആനുകൂല്യം നൽകാൻ കഴിയാത്ത വ്യവസ്ഥയുണ്ടായിരുന്നു. അത് ഒഴിവാക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അത് 12 മാസമാക്കി ഉയർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 1 വർഷം വരെ കുടിശ്ശിക ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കണം. അതാണ് ഈ ഒരു തീരുമാനത്തിൻ്റെ പിന്നിലുള്ള കാരണം. കൂടാതെ ഈ പദ്ധതിയിൽ ഇതുവരെ ചേർന്നിട്ടില്ലാത്ത വായ്പാ അംഗങ്ങൾ, ആ വായ്പ ഈ ഭേദഗതി നിലവിൽ വരുന്നത് മുതൽ നിലവിൽ റിസ്ക് ഫണ്ടിൻ്റെ പരിധിയിൽ വരാത്ത മുഴുവൻ വായ്പക്കാരെയും ആ പരിധിയിൽ വരുത്താൻ ആവശ്യമായ സമയം കൊടുക്കാനും അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വായ്പക്കാർക്ക് പ്രയോജനപ്രദമാകുന്ന ഒരു ഭേദഗതി ആയിരിക്കും. കാരണം പലപ്പോഴും വായ്പ എടുത്തവർ മരണമടഞ്ഞിട്ട് അവരുടെ കുടുംബാംഗങ്ങൾ കടക്കണിയിലാവുന്ന സാഹചര്യത്തിൽ ഈ കുടിശ്ശിക നിലവിലിരിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഈ ആനുകൂല്യം ലഭിക്കാൻ ഒരു തടസ്സമായി മാറുന്നത്. അപ്പോൾ ആ പദ്ധതിയിലേക്കുള്ള ധനസമാഹരണം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ അതിൽ പങ്കാളികളാവുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ശേഷി വർദ്ധിക്കും, ഫണ്ടിൻ്റെ ശേഷി വർദ്ധിക്കുകയും അതിൻ്റെ ആനുകൂല്യം പരമാവധി ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഈ ഒരു ഭേദഗതി തീരുമാനമെടുത്തിരിക്കുന്നത്. മറ്റൊരു സുപ്രധാനമായ തീരുമാനം സഹകരണ മേഖലയുടെ വിശ്വാസ്യത ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന പദ്ധതിയാണ് വിശ്വാസ്. ഞാൻ സഹകരണ വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം നമ്മൾ നടത്തിക്കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രക്രിയ, ഇപ്പോഴും അത് പ്രോസസ്സിലാണ്. നിലവിൽ ഡിപ്പോസിറ്റ് ക്രൈസിസിലുള്ള സംഘങ്ങൾ എത്ര എന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സർക്കാർ ആദ്യം എടുത്തൊരു പ്രധാനപ്പെട്ട തീരുമാനം. ഇപ്പം 400-ൽ പരം സംഘങ്ങൾ, അത്തരത്തിൽ ഡിപ്പോസിറ്റ് ക്രൈസിസ് ഉള്ള 400-ൽ പരം സംഘങ്ങൾ ഇപ്പോൾ സർക്കാരിന് മുമ്പിൽ അതിൻ്റെ കണക്കുണ്ട്. വീണ്ടും അതിൻ്റെ സ്ക്രൂട്ടണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം സംഘങ്ങളിൽ ആ സംഘങ്ങളിൽ വെച്ച് വായ്പാ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ക്രൈസിസ് നേരിടുന്ന ആളുകളെ, നിക്ഷേപകരെ സഹായിക്കാൻ ആവശ്യമായ ഒരു പാക്കേജ് ഗവൺമെൻറ് രൂപപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. സമഗ്രമായ ഒരു പാക്കേജിലൂടെ എല്ലാ ഡിപ്പോസിറ്റേഴ്സിനും അവരുടെ തുക ലഭിക്കാൻ, അപ്പോൾ അത് നമുക്ക് ഒറ്റയടിക്ക് മുഴുവൻ തുക കൊടുക്കുക എന്നുള്ളതല്ല, അതിൻ്റെ പാക്കേജായി കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. ഓരോ സംഘങ്ങളിലും ഇപ്പോൾ ക്രമക്കേടുകൾ മൂലം ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഉണ്ടായിരിക്കുന്ന, അത് അഴിമതി, പണാപഹരണം, ഭരണവീഴ്ച, വായ്പാ തട്ടിപ്പ്, ഫണ്ട് വകമീറ്റൽ, മറ്റ് ക്രമക്കേടുകൾ തുടങ്ങിയിരിക്കുന്ന കാരണങ്ങളാൽ ഫണ്ട് റോഷൻ സംഭവിച്ചിരിക്കുന്ന സംഘങ്ങളിൽ അതിന് ഉത്തരവാദികൾക്കെതിരെ സർചാർജ് നടപടികൾ ദ്രുതപ്പെടുത്തി, അപ്പോൾ അതിനുള്ള ഇപ്പോൾ നിലവിൽ അത്തരം ഏർപ്പെടുത്തിയിരിക്കുന്നത് മുഴുവൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനിയും വളരെ പെട്ടെന്ന് തന്നെ അവർക്കെതിരെയുള്ള നടപടികൾ വേഗത്തിലാക്കി സർചാർജ് തുക ഈടാക്കുക, അല്ലെങ്കിൽ ആ ഡിപ്പോസിറ്റിൽ സർചാർജ് പോർഷൻ അത്രയും ഭാഗം സർചാർജിലൂടെ ഏർപ്പെടുത്തും. ഉദാഹരണത്തിന് ഒരു സംഘത്തിന് 100 കോടി രൂപയുടെ വായ്പാ ഡിപ്പോസിറ്റ് ക്രൈസിസ് ഉണ്ടെന്ന് കരുതുക. അതിൽ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ ചുമതപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഭരണസമിതി അംഗങ്ങളുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന സർചാർജ് 35 കോടിയാണെങ്കിൽ ആ 35 കോടി രൂപ സർചാർജിലൂടെ തന്നെ കണ്ടെത്തണം. ബാക്കി വരുന്ന തുകയിൽ സംഘത്തിൻ്റെ വായ്പാ കുടിശ്ശിക, അവർ പുറത്തു കൊടുത്തിരിക്കുന്ന വായ്പ പിരിഞ്ഞു കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ ആ വായ്പ നിർബന്ധിതമായി തന്നെ പിരിച്ചെടുത്ത് ആ പോർഷൻ അത്രയും ലോണുകൾ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് തിരികെ കൊടുക്കുന്ന ആ വായ്പാ കുടിശ്ശിക ലഭിക്കുന്നതിൻ്റെ മുറയ്ക്കാണ്. ഡിപ്പോസിറ്റേഴ്സ് ഗ്യാരണ്ടീസ് ആക്ട് പ്രകാരം ഇത്തരത്തിൽ നിലവിൽ ഇപ്പോൾ ലിക്വിഡേറ്റ് ചെയ്യുന്ന സംഘങ്ങൾക്ക് മാത്രമേ അത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അത് പരിഷ്കരിച്ച് ഉള്ള നടപടികളും ശുപാർശകളും അന്തിമഘട്ടത്തിലാണ്. ഡിപ്പോസിറ്റേഴ്സ് ഗ്യാരണ്ടീസ് തുക മുഖാന്തരം ഉള്ള ഫണ്ട് മുഖാന്തരം കൊടുക്കാവുന്ന തുക അത്തരത്തിൽ വിതരണം ചെയ്യും. ബാക്കി വരുന്ന തുക സർക്കാർ വിവിധ ഏജൻസികളുമായി ഇപ്പം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ധനസമാഹരണം നടത്തി സമയബന്ധിതമായി കൊടുക്കു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിലവിൽ നിക്ഷേപ പ്രതിസന്ധി നേരിടുന്ന കേരളത്തിലെ നിക്ഷേപകരെ സംരക്ഷിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ പ്രതിസന്ധി നേരിടുന്ന ഓരോ സംഘത്തിനും കൃത്യമായ പാക്കേജ് ആയിരിക്കും. അതിൽ ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായൊരു ഘടകമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇത് ഇത്രയും പരിശോധിച്ച് വെച്ച് പലപ്പോഴും ഇത് പരിശോധിക്കാൻ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർ അവരുടെ കടമ പലയിടത്തും നിർവഹിച്ചിട്ടില്ല. ഓഡിറ്റ് റിപ്പോർട്ടുകൾ പലതും ക്ലീൻ ചിറ്റാണ്, സംഘങ്ങൾക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കും.
അവസാനം പ്രതിസന്ധിയിലായി കഴിയുമ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ വെച്ച് ഒരാൾക്കുമെതിരെ ഇതിനെ പരിശോധിക്കാൻ ഉത്തരവാദിത്തമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനുമെതിരെ നാളിതുവരെ സിവിലായോ ക്രിമിനലായോ ഒരു നടപടി, ഒരു ഓഡിറ്റർക്കോ ഒരു ഇൻസ്പെക്ടർക്കോ എതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല. ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, ഇതിൻ്റെ പട്ടിക പൂർത്തീകരിച്ച് ഐഡൻറ്റിഫിക്കേഷൻ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അതിൽ ഓഡിറ്റ് നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ അതിൽ അവരുടെ കടമ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധന നടത്താനും, അവിടെ ക്രിമിനൽ ഇൻറ്റൻഷൻ മനഃപൂർവ്വമായിട്ടാണ് വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ നടപടികൾ ഉൾപ്പെടെ നാളിതുവരെ നടത്തിയിട്ടില്ലാത്തവണ്ണം ക്രിമിനൽ നടപടികൾക്കുൾപ്പെടെ അവർക്കെതിരെ സ്വീകരിക്കാനുമുള്ള തീരുമാനം സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇനി നമുക്ക് സഹകരണ മേഖലയുടെ വിശ്വാസം ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഓഡിറ്റ് നടത്താൻ ചുമതലപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ അവരുടെ ചുമതല നിർവഹിക്കണം. അതിന് ഈ രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞാലും ആര് പറഞ്ഞാലും കളവിന് കൂട്ടു നിൽക്കാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഭാവിയിലും ആ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്ന തീരുമാനം. അപ്പോൾ വിശ്വാസ് എന്ന രീതിയിൽ സംസ്ഥാനത്തൊരു സമഗ്ര പാക്കേജിലൂടെ നിക്ഷേപകരുടെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കും. നിലവിൽ കേരള സഹകരണ പുനരുദ്ധാരണ പദ്ധതി പ്രകാരം പ്രതിസന്ധിയിലാവുന്ന സംഘങ്ങളെ സഹായിക്കുന്നൊരു പദ്ധതി സർക്കാരിനുണ്ട്. പക്ഷെ അത് വേണ്ടത്ര പലതരത്തിൽ മാനദണ്ഡങ്ങളില്ലാതെ പക്ഷപാതപരമായി അത്തരം ഫണ്ടുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നൊരു ആക്ഷേപം നിലവിലുണ്ട്. കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെ പുനരുദ്ധരിക്കാൻ സാധ്യതയുള്ള സംഘങ്ങളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് തന്നെയാണ് അത് ലഭ്യമാക്കേണ്ടത്, അല്ലെങ്കിൽ അത് കൃത്യമായി അർഹതപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യം ഇക്കാര്യത്തിലുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ നിക്ഷേപ ഗ്യാരണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു, പാക്കേജിൻ്റെ കാര്യം പറഞ്ഞു. അത്തരത്തിൽ സർക്കാർ സഹായം അല്ലെങ്കിൽ അത്തരം പാക്കേജ് വരുമ്പോൾ ഏതെങ്കിലും ഭരണസമിതിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അത്തരത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് നടപ്പിലാക്കാൻ, ഈ പാക്കേജ് നടപ്പിലാക്കാൻ അവരെ ഏൽപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. അതിന് സർക്കാർ സംവിധാനമുണ്ടാക്കും. ഓരോ സംഘത്തിൻ്റെയും ഇത്തരം സാമ്പത്തിക വിതരണത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ, ഉദ്യോഗസ്ഥന്മാരിൽ നിക്ഷിപ്തമാക്കി മാനദണ്ഡങ്ങളനുസരിച്ച് മുൻഗണനാക്രമം അനുസരിച്ചായിരിക്കും അത്തരത്തിൽ ഡിപ്പോസിറ്റ് വിതരണം നടത്താനുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിൽ ആ ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെ ബന്ധുക്കളായിരിക്കുന്നവരുടെ പൈസയൊക്കെ എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ളവരുടെയൊക്കെ പണം കൊടുത്തു വിടുക, പാവപ്പെട്ട നിക്ഷേപകൻ വീട്ടിലിരിക്കട്ടെ എന്ന രീതിയിൽ അത്തരം ആക്ഷേപങ്ങൾ നിലവിലുണ്ട്. പലയിടത്തും പാക്കേജ് കൊടുത്തെടുത്ത് ഈ മുൻഗണനാക്രമം തെറ്റിച്ച് പണം കൊടുത്തതായും, രാഷ്ട്രീയമായി അല്ലെങ്കിൽ താല്പര്യമുള്ളവരുടെ പണം കൊടുത്ത് ബാക്കിയുള്ളവർക്ക് ഒരു ആനുകൂല്യം കൊടുത്തിട്ടില്ല എന്നുള്ള ആക്ഷേപം നിലവിലുള്ളതുകൊണ്ട് തന്നെ വളരെ കൃത്യമായൊരു മോണിറ്ററിംഗ് ആ കാര്യത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. പുനരുദ്ധാരണ ഫണ്ടിൻ്റെ കാര്യത്തിലും കൃത്യമായ നടപടികളുണ്ടാകും. സഹകരണ വകുപ്പിൻ്റെ നിലവിലുള്ള ഒരു പരിഷ്കാരം, അതായത് സംഘങ്ങൾക്ക് ലഭിക്കുന്ന, സംഘങ്ങളെ സംബന്ധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതിൻ്റെ ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്ന തരത്തിൽ പ്രചരണങ്ങൾ, സംഘങ്ങൾക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ, ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം എന്നിവ സംബന്ധിച്ച് കൂടുതൽ ജനങ്ങളിൽ അത് എത്തിക്കാൻ ആവശ്യമായ പ്രചരണം ശക്തിപ്പെടുത്തും. ഓഡിറ്റ് ഫീസ്, സഹകരണ മേഖലയിൽ ടീം ഓഡിറ്റ് സംവിധാനം നടപ്പിലാക്കിയതിനു ശേഷം സംഘങ്ങളുടെ മേൽ വലിയ ഓഡിറ്റ് ഫീസ് ഏർപ്പെടുത്തുന്നതായിട്ട് ഉള്ള ആക്ഷേപം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അത് മുൻകാലങ്ങളിൽ ടീം ഓഡിറ്റ് സംവിധാനത്തിന് വരുന്നതിന് മുമ്പ് തന്നെ എത്രയാണോ ഈടാക്കിയിരുന്നത് അതേ സ്ലാബിൽ തന്നെ ഈടാക്കാൻ, അല്ലെങ്കിൽ വർധനമില്ലാതെ അതേ സ്ലാബിൽ തന്നെ ഈടാക്കാനാണ് തത്വത്തിൽ തീരുമാനമായിരിക്കുന്നത്. അതിൻ്റെ സർക്കുലർ പുറത്തിറങ്ങും. സംഘങ്ങളെ ഒരു തരത്തിലും അവരെ ബുദ്ധിമുട്ടിക്കാൻ സർക്കാരിന് താല്പര്യമില്ല. പരമാവധി സംഘങ്ങൾക്ക് പ്രയോജനം എത്തിക്കാനാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആ ടീം ഓഡിറ്റിൽ തന്നെ സർക്കാരിന് ആവശ്യമാകുന്ന ചെലവ് ലഭിക്കുക എന്നതിനപ്പുറത്ത് അതിനെ ഒരു ധനാഗമന മാർഗമാക്കുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള നിരവധി പദ്ധതി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചു. സഹകരണ മേഖലയിൽ സന്തോഷം എത്തിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു നയം. സഹകരണ സംഘത്തിലെ ജീവനക്കാർക്ക് 16,800 രൂപയും ലാഭത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന 7,000 രൂപയും ബോണസ് ഇനത്തിൽ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. സഹകരണ വകുപ്പിൻ്റെ കീഴിൽ വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന വായ്പാ കളക്ഷൻ ഏജന്റുമാർ, സെക്യൂരിറ്റി ജീവനക്കാരുള്ളവർക്ക് ബോണസിന് അർഹതയില്ലാത്ത എല്ലാ താൽക്കാലിക ജീവനക്കാർക്കും അലവൻസ് 250 രൂപ വർദ്ധിപ്പിച്ച് 5,500 രൂപ നൽകാനാക്കി എന്നുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. പിന്നെ സഹകരണ വകുപ്പിന് കീഴിലുള്ള ബോർഡുകളുടെ ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ച് പുതിയ ഭരണസമിതി ചാർജ് എടുത്തിട്ടില്ലാത്തതിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പെൻഷൻ ഫണ്ട് ബോർഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അത് അതായത് ബോർഡ് സെക്രട്ടറിമാരെ വിതരണത്തിനുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ബോർഡ് നിലവിൽ വന്നില്ലെങ്കിൽ തന്നെ വിതരണത്തിന് അത് തടസ്സമാകാതിരിക്കാൻ വേണ്ടി സെക്രട്ടറിമാർക്ക് അധികാരം കൊടുത്തുകൊണ്ട് സർക്കാർ ഉത്തരവ്
പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെൻഷൻ വിതരണം അത്തരത്തിലും തടസ്സപ്പെടുകയില്ല. ബോർഡ് ജീവനക്കാരുടെ വേതന, അങ്ങനെ നിരവധി കാര്യങ്ങൾ. എല്ലാ സഹകരണ പെൻഷൻകാർക്കും കുടുംബ പെൻഷൻകാർക്കുമുള്ള ഉത്സവ ഭത്ത 400 രൂപയും 200 രൂപയും വർദ്ധിപ്പിച്ചു. അത് 4500 രൂപയും 4400 രൂപയും ആക്കി. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സഹകരണ വകുപ്പ് ജീവനക്കാർക്ക് ഒരു വർഷമായി മുടങ്ങിക്കിടന്ന 235 ഉദ്യോഗ കയറ്റങ്ങൾ കൊടുത്തു. പ്രൊമോഷൻസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. ആ ഫയലുകൾ മുഴുവൻ പരിഹരിച്ചു. അതുവഴി 51 PSC നിയമനങ്ങളും ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കെട്ടിക്കിടന്ന ഫയലുകൾ പരമാവധി തീർപ്പാക്കുക എന്നൊരു സമീപനമാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം സഹകരണ സംഘം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്ത സഹകരണ സംഘം ജീവനക്കാർക്ക് ഇൻസെൻറ്റീവ് ഇനത്തിൽ 2025 നവംബർ മാസം മുതൽ കുടിശ്ശികയാണ്. അപ്പോൾ ആ കുടിശ്ശികയായിരിക്കുന്നതിൽ അവർ അതിൽ സംഘത്തിൽ നിന്നും അഡ്വാൻസ് തുക നൽകാനായിട്ട് തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവും വഴി അത് നടപ്പിലാക്കും. എന്ന് പറഞ്ഞാൽ മുഴുവൻ തുക കൊടുക്കാൻ ഒറ്റയടിക്ക് പറ്റിയില്ലെങ്കിലും അത്തരത്തിൽ കുടിശ്ശികയായിരിക്കുന്ന പണം അവർക്ക് വിതരണം ചെയ്തവർക്ക് ഇൻസെൻറ്റീവ് നൽകാനുള്ള തീരുമാനവും സർക്കാർ കൈപ്പറ്റിയിട്ടുണ്ട്. എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് എക്സൈസിൻ്റെ ജനകീയ ലഹരിവിരുദ്ധ കർമ്മപദ്ധതിയായ മയങ്ങില്ല കേരളം വളരെ ഇഫക്റ്റീവായി മുന്നോട്ട് പോവുകയാണ്. പദ്ധതിയുടെ കീഴിൽ നടപ്പിൽ വരുന്ന ഓപ്പറേഷൻ തണ്ടർ വഴി UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം 34,397 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 34,397. അതിൽ 5,932 കേസുകൾ അബ്കാരി നിയമപ്രകാരവും 3,346 കേസുകൾ NDPS നിയമപ്രകാരവും 25,119 കേസുകൾ കോട്ട്പ പ്രകാരവും രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 7,816 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ 4,780 പേർ അബ്കാരി കേസുകളിലും 3,036 പേർ NDPS കേസുകളിലുമാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇത്രയും കേസുകളിലായി 15,269 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, 14,004 ലിറ്റർ അന്യസംസ്ഥാന മദ്യം, 992 ലിറ്റർ സ്പിരിറ്റ്, 795 ലിറ്റർ ചാരായം, 2,166 ലിറ്റർ കള്ള്, 771 ലിറ്റർ ബിയർ തുടങ്ങി ഏറ്റെടുത്തിട്ടുണ്ട്. 534 കിലോ കഞ്ചാവ്, 2,815 കഞ്ചാവ് ചെടികൾ, 18 കിലോ കഞ്ചാവ് മിഠായി, 1,306 ഗ്രാം MDMA, 1,082 ഗ്രാം മെത്താഫെറ്റമിൻ, 420 ഗ്രാം ഹാഷിഷ്, 35 ഗ്രാം ബ്രൗൺ ഷുഗർ, 404 ഗ്രാം ഹെറോയിൻ, 102 ഗ്രാം ചരസ്, 10,075 കിലോ പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയും പിടികൂടി. കോട്ട്പ നിയമപ്രകാരം 50,19,105 രൂപ പുകയില സ്കൂളുകളുടെ സമീപത്തും റെയ്ഡ് നടത്തി 50 ലക്ഷത്തിൽ പരം രൂപയുടെ പിഴ അടപ്പിച്ചു. ഇതുവരെ ഓണം സ്പെഷ്യൽ ഡ്രൈവ് വളരെ ഇഫക്റ്റീവായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായി ഉന്നതതല യോഗം, മന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്ത ഉന്നതതല യോഗം ഓണത്തെ കേരളത്തിൽ ശുദ്ധമായി അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിളായ ഒരു മദ്യ സംസ്കാരത്തിലൂടെ കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്താണ് മുന്നോട്ട് പോയത്. ഓണാഘോഷക്കാലത്ത് ഈ വ്യാജമദ്യം, കഞ്ചാവ്, മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയുടെ വ്യാപനവും ഉപയോഗവും വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഓഗസ്റ്റ് 1 മുതൽ 31 വരെ സംസ്ഥാനത്ത് ഓണം സ്പെഷ്യൽ എൻഫോഴ്സ്മെൻറ്റ് ഡ്രൈവാണ് നടത്തിവരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് രഹസ്യ വിവരശേഖരണവും പൊതുജന പങ്കാളിത്തവും പോലീസ് വനം വകുപ്പുകളുമായിട്ടുള്ള സംയുക്ത പരിശോധനകൾ, 24 മണിക്കൂർ കൺട്രോൾ റൂമുകൾ, സ്ട്രൈക്കിംഗ് ഫോഴ്സുകൾ എന്നിവരെ ശക്തമായ പരിശോധന നടത്തിവരികയാണ്. ഓണം സ്പെഷ്യൽ എൻഫോഴ്സ്മെൻറ്റ് ഡ്രൈവിൽ ഇതുവരെ 6,977 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തു. ഓണം സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി ഇതിൽ 1,394 കേസുകൾ അബ്കാരി നിയമപ്രകാരവും 745 കേസുകൾ NDPS നിയമപ്രകാരവും 4,838 കേസുകൾ കോട്ട്പ പ്രകാരവുമാണ്. ഓണം കാലാവധി 1-ാം തീയതി മുതൽ ഇതുവരെ 1,770 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഇതിൽ 1,079 പേരെ അബ്കാരി കേസുകളിലും 691 പേരെ NDPS കേസുകളിലുമാണ് അറസ്റ്റ് ചെയ്തത്. ഇത്രയും കേസുകളിലായി 8,336 ലിറ്റർ സ്പിരിറ്റ്, 183 ലിറ്റർ ചാരായം, 3,640 ലിറ്റർ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിറ്റർ ലിക്വർ, 8,518 ലിറ്റർ വാഷ്, 410 ലിറ്റർ അന്യസംസ്ഥാന മദ്യം, 66 കിലോ കഞ്ചാവ്, 2,423 കഞ്ചാവ് ചെടികൾ, 1 കിലോ കഞ്ചാവ് മിഠായി, 137 ഗ്രാം ഹാഷിഷ് ഓയിൽ, 353 ഗ്രാം MDMA, മെത്താഫെറ്റമിൻ തുടങ്ങി നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 10 ലക്ഷത്തിൽ പരം രൂപയുടെ പിഴ പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഓണം സംവിധാനത്തിൽ തന്നെ എടുത്തിരിക്കുകയാണ്. കൂടാതെ വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാച്ചിൽ കോഴിക്കോട്ട്
അന്തർ സംസ്ഥാന ബന്ധം ഉള്ള പ്രതികളെ വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സൈസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ മൂന്നര വർഷക്കാലത്തെ ഏറ്റവും വലിയ ഒരു സിന്തറ്റിക് മയക്കുമരുന്ന് വേട്ടയാണ് നടത്തിയത്. സംസ്ഥാന അതിർത്തികൾ വരെ പോയി അവർ ആ ഒരു വിഷയങ്ങളിൽ എക്സൈസ് പരിമിതികൾക്കുള്ളിൽ നിന്നും ഏറ്റവും ശക്തമായ പ്രവർത്തനമാണ് ആ വിഷയത്തിൽ നടത്തിയത്. കള്ളുഷാപ്പുകളിലെ ഭക്ഷണത്തെയും മദ്യത്തെയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്തുവാൻ കൃത്യമായി ഉറപ്പുവരുത്താൻ ഓപ്പറേഷൻ ശുദ്ധി എന്ന പേരിൽ ജൂൺ 25 മുതൽ എക്സൈസിൻ്റെ ഓപ്പറേഷൻ നടന്നു വരികയാണ്. ഓപ്പറേഷൻ ശുദ്ധി വഴി 12,923 പരിശോധന ഇതോടെ സംസ്ഥാനത്ത് നടത്തി. പരിശോധനയ്ക്കായിട്ട് 1678 സാമ്പിളുകൾ ശേഖരിച്ചു. 7 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, കോട്ടയം എന്നീ ജില്ലകളിലെ കള്ളുഷാപ്പുകളിലും ചെത്തുതോട്ടങ്ങളിലുമാണ് കേസ് നടന്നിരിക്കുന്നത്. ഇതുവരെ 5 ബാർ ഹോട്ടലുകൾ ഉൾപ്പെടെ 6 വിദേശമദ്യ ലൈസൻസ് സ്ഥാപനങ്ങൾക്കെതിരെ ലൈസൻസ് ചട്ടലംഘനത്തിന് കേസെടുത്തു. നേരത്തെ പറഞ്ഞതുപോലെ സമയത്തിന് മുൻപേ തുറന്ന് വിതരണം നടത്തുക തുടങ്ങിയ ക്രമക്കേടുകൾ നടത്തിയവർക്കെതിരെ ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ച് വരുന്നത്. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി എക്സൈസിന് കീഴിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആരംഭിക്കാനുള്ള തീരുമാനം കൂടി സർക്കാർ കൈക്കൊണ്ടു. കേരളത്തിൽ ആദ്യമായിട്ടുള്ളൊരു തീരുമാനമാണ് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. സംസ്ഥാനത്തിന് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകാതെ വകുപ്പിലെ നിലവിലുള്ള തസ്തികകൾ പുനർവിന്യസിച്ചും ഉദ്യോഗസ്ഥന്മാർക്ക് അധിക ചുമതല നൽകിയതും സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പ്രവർത്തനാനുമതി നൽകിയിരിക്കുകയാണ്. വലിയ തോതിൽ കേരള എക്സൈസിനെ നവീകരിക്കാനുള്ള പദ്ധതികളാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഡൽഹിയിൽ വിവിധ വകുപ്പുകളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എക്സൈസിനെ ആധുനികവൽക്കരിക്കാനുള്ള പദ്ധതികൾ രൂപം കൊടുക്കുന്നതിന് പ്ലാനിംഗ് ബോർഡുമായിട്ട് കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ നബാർഡുമായും സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും നബാർഡ് ഏജൻസികളുമായും NCDC പോലുള്ള ഏജൻസികളുമായും നാഷണൽ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ പോലെയുള്ള സംഘടനകളുമായൊക്കെ സംസാരിച്ച് കേന്ദ്ര പദ്ധതികളിലൂടെ സഹായം ലഭ്യമാക്കി സമയബന്ധിതമായി സംസ്ഥാനത്തിൻ്റെ സഹകരണ മേഖലയെ വൈവിധ്യമാർന്ന ഒരു മേഖലയിലൂടെ കടന്നുപോയി പുതിയ സംഘങ്ങളെ രജിസ്റ്റർ ചെയ്ത് പുതിയ മേഖലകളിലേക്ക് കടന്നുപോയി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. Mount Zion Medical College Hospital, Adur, Pathanamthitta.